ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദുറൂസുൽ ഇസ്ലാം 2 2024 നടന്ന 5ാം ക്ലാസ്സിൻ്റെ 11ാമത്തെ പാഠഭാഗം മുതൽ 20ാമത്തെ പാഠം വരെയുള്ള പാഠത്തിൽ നിന്ന് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ ചോദ്യം, ഭൂമിയിലെ ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത് എന്താണ്? വെട്ടുകിളികളാണ്. വെട്ടുകിളികൾ. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം രാജ്യത്ത് ജറാദുകളുടെ എണ്ണം വളരെ കുറഞ്ഞു. ജറാദുകൾ തന്നെയാണ് വെട്ടുകിളികൾ. ഭൂമിയിൽ ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത് വെട്ടുകിളികളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അവ നശിക്കുന്നതോടെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ തകരും. മനസ്സിലാക്കുക. അടുത്തത്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ച സ്ഥലം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ചത് ഒസ്സയിലാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഫലസ്തീനിലെ ഒസ്സയിലാണ് ജനിച്ചത്. ഹിജ്റ 150 ഇദ്രീസ് ഫാത്തിമ ദമ്പതികളുടെ മകനാണ്. മനസ്സിലാക്കുക. 2, ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളമാണ്. ഇവിടെ വലിയ അടയാളങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? യമനിൽ നിന്ന് വലിയ തീ ഉയരുക, മദ്യപാനം വർദ്ധിക്കുക, മതപരമായ അറിവ് കുറയുക. ഇതൊക്കെ ചെറിയ അടയാളങ്ങളാണ്. യമനിൽ നിന്ന് വലിയ തീ ഉയരുകയാണ് ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങൾ. അപ്പം അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദാബത്തുൽ അർള് പുറപ്പെടുന്നു, ദജ്ജാൽ പുറപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക. ഇതുപോലെ ഇനി റിവിഷനായിട്ട് പഠിക്കുന്നവർക്ക് മറ്റു ഓപ്ഷനൊക്കെ വരാം. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ട മഹാന് ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് ശിഷ്യനായ റബിയ റളിയല്ലാഹു അൻഹുവിനെ കത്തുമായി പറഞ്ഞയക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ട ഷാഫി റളിയല്ലാഹു അൻഹു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ശിഷ്യനായ റബിയ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തു നിന്നാണ് ഇത് വന്നത്. മനസ്സിലാക്കുക. അടുത്തത്, മരണത്തെ ഓർത്താൽ ഇല്ലാതാകും. മരണത്തെ ഓർത്താൽ ഇല്ലാകുന്നത് എന്താണ്? അസൂയയാണ്. മരണത്തെ ഓർത്താൽ അസൂയ ഇല്ലാതാകും. മരണത്തെ ഓർക്കുന്നത് നിസ്കാരത്തിൽ ഖുശൂ വർദ്ധിപ്പിക്കും. പിന്നെ അസൂയയും അഹങ്കാരവും ഇല്ലാതാകും. പിന്നെ ദുനിയാവിനോടുള്ള അമിതമായ ആഗ്രഹം നീക്കും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ക്ഷമിക്കാനൊക്കെ സഹായിക്കും. അസൂയയാണ് ഇല്ലാതാക്കുന്നത്. അപ്പോൾ അത് അടയാളപ്പെടുത്താം. അടുത്തത് എന്താണ്? പൈനാപ്പിൾ അഥവാ കൈതച്ചക്ക എന്നാണ് അർത്ഥം. എന്താണ്? അനനാസ്. നെദ്ഫൗ ഹിസാബ് എന്ന നമ്മൾ ഒരു അറബി പാടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട് മവാദിൽ ഇദായിയ, മവാദിൽ മൻസിലിയ, ഭക്ഷ്യവസ്തുക്കളൊക്കെ അതിൽ പറയുന്നതാണ് അനനാസ്, കൈതച്ചക്ക. അതുപോലെ അതിൽ മറ്റുള്ള വാചകങ്ങളൊക്കെ പറയുന്നുണ്ട്. മറ്റുള്ള ഭക്ഷ്യവസ്തുക്കളും വീട്ടുപകരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇത് റിവിഷനായിട്ട് പഠിക്കുന്നവർ അതിലുള്ള മീനിങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പോഴാണ് ഇതുപോലെ വേറെ എന്തെങ്കിലും വന്ന് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുള്ളൂ. ഇനി ചേരുംപടി ചേർക്കാനാണ്. ചേരുംപടി ചേർക്കാൻ വന്നത് 7ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. ആരായിരുന്നു 7ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അതിൻ്റെ ഡി എഴുതാം. 7ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. 10ാം വയസ്സിൽ ഇമാം മാലിക്കിൻ്റെ മുവത്ത എന്ന കിതാബ് മനഃപ്പാഠമാക്കി. 13ാം വയസ്സിൽ ഇമാം മാലിക്കിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. 15ാം വയസ്സിൽ ഫത്വ കൊടുക്കാനുള്ള അനുവാദം ലഭിച്ചു. ഇങ്ങനെ ഇമാം ഷാഫിയുടെ ഓരോ വയസ്സുകളെ കുറിച്ച് നമുക്ക് പറയുന്നുണ്ട്. മനസ്സിലാക്കുക. അടുത്തത്, ബാഗ്ദാദിൽ ജനിച്ചു. ബാഗ്ദാദിൽ ജനിച്ചത് ആരാണ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ ബാഗ്ദാദിലാണ് ജനിച്ചത്. അപ്പം അതിൻ്റെ സി എഴുതാം. അടുത്തത്, ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന് ഇമാം അസ്സാലി റളിയല്ലാഹു അൻഹുവിനെയാണ് ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന് പേര് പറഞ്ഞത്. അതിൻ്റെ ഈ നമുക്കവിടെ എഴുതാം. അടുത്തത്, ഹിദായത്തുൽ അദിക്കിയയുടെ രചയിതാവ് ആരാണ്? സൈനുദ്ദീൻ മഖ്ദൂം
റളിയല്ലാഹു അൻഹു. അപ്പം അതിൻ്റെ എഴുതാം, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അടുത്തത്, കേരളത്തിൽ മതപ്രബോധനം നടത്തി. ആരായിരുന്നു മതപ്രബോധനം നടത്തിയത്? മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു. ചേരമാൻ പെരുമാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോവുകയും അവിടെ നിന്ന് ഇസ്ലാം സ്വീകരിക്കുകയും തിരിച്ചു പോരുമ്പോൾ മാലിക് ബിൻ ദിനാറും സംഘവും അദ്ദേഹത്തിൻ്റെ കൂടെ വരികയും ഇസ്ലാം പ്രചരിപ്പിക്കുകയും ചെയ്തു കേരളത്തിൽ. അപ്പം അതിൻ്റെ ബി നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തത്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ഡേഷാം വയസ്സിൽ ഫത്വ നൽകാൻ അനുവാദം ലഭിച്ചു. എത്രാം വയസ്സിലാണ്? 15-ാം വയസ്സിലാണ് ഫത്വ നൽകാൻ അനുമതി ലഭിച്ചത്. 15-ാം വയസ്സിൽ. മനസ്സിലാക്കാം. മുവത്ത മനപ്പാടമാക്കിയത് 13-ാം വയസ്സിൽ. അടുത്തത്, സ്ത്രീകളുടെ എണ്ണം ഡേഷ് നാളിൻ്റെ അടയാളമാണ്. സ്ത്രീകളുടെ എണ്ണം കൂടൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. സ്ത്രീകളുടെ എണ്ണം കൂടൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. അടുത്തത്, പൊതുസ്ഥലങ്ങളിൽ ഡേഷ് നിക്ഷേപിക്കരുത്. മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. അടുത്തത്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഡേഷിലധികം ഹദീസ് മനപ്പാടമാക്കി. എത്രയാണ്? 10 ലക്ഷത്തിലധികം ഹദീസ് മനപ്പാടമാക്കിയിട്ടുണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അടുത്തത്, രോഗസന്ദർശനം ഡേഷ് ഓർക്കാൻ സഹായിക്കും. എന്താണ്? മരണത്തെ ഓർക്കാൻ സഹായിക്കും. രോഗസന്ദർശനം, ഖബർ സിയാറത്ത്, ഇതൊക്കെ മരണത്തെ ഓർക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അടുത്തത്, മാതാ തബഴി, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അബഇ ഷൈഅൻ മിൻ മവാദിൽ ഇദായിയ, എനിക്ക് കുറച്ച് ഭക്ഷ്യവസ്തുക്കൾ വേണം. മവാദിൽ ഇദായിയ അറബി പാഠത്തിൽ നിന്നാണ് വന്നത്, നദ്ഫ ഹിസാബഹ് എന്നുള്ള. അപ്പോൾ മനസ്സിലാക്കട്ടോ. അടുത്ത ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. റമദാനിൽ എല്ലാ ദിവസവും 2 ഹത്തം ഓതിയ ഇമാം ആരാണ്? 2 ഹത്തം ഓതിയ ഇമാം ആരായിരുന്നു? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു റമദാനിൽ എല്ലാ ദിവസവും 2 ഹത്തമും അല്ലാത്ത ദിവസങ്ങളിൽ ഓരോ ഹത്തമും വീതവും ഓതാറുണ്ട്. ഇതാരായിരുന്നു പറഞ്ഞത്? ഷാഫി ഇമാമിൻ്റെ ശിഷ്യനായ റബീഉ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്. മനസ്സിലാക്കുക. മുസ്ലിമായ ചേരമാൻ പെരുമാൾ സ്വീകരിച്ച പേര് താജുദ്ദീൻ എന്നാണ്. താജുദ്ദീൻ എന്ന പേരാണ് അദ്ദേഹം സ്വീകരിച്ചത്. അവിടെ നിന്ന് മലബാറിലേക്ക് മടങ്ങുമ്പോൾ യാത്രാമധ്യേ ഒമാനിലെ ഷഹർ എന്ന സ്ഥലത്ത് വെച്ച് രാജാവ് രോഗം ബാധിക്കുകയും മരണപ്പെടുകയും ചെയ്തു. മനസ്സിലാക്കുക. അടുത്തതെന്താണ്? ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ വിധി. ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കൽ സുന്നത്താണ്, വിധി സുന്നത്താണ്. അടുത്തത്, പരലോകത്ത് നരകയാതന അനുഭവിക്കേണ്ടി വരും. ആരാണ്? ദുർജനങ്ങൾക്ക് പരലോകത്ത് നരകയാതന അനുഭവിക്കേണ്ടി വരും. സജ്ജനങ്ങൾക്ക് അവിടെ സ്വർഗീയ ജീവിതവും ദുർജനങ്ങൾക്ക് നരകയാതനയുമാണുള്ളത്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് എപ്പോഴും കരയാറുണ്ടായിരുന്നു. അത് കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ണുനീരിൻ്റെ പാടുണ്ടായിരുന്നു. അടുത്ത, ഖലീലുർ റഹ്മാൻ എന്ന് പേരുള്ള നബി ആരാണ്? ഖലീലുർ റഹ്മാൻ എന്ന് പേരുള്ളത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനാണ് ഖലീലുർ റഹ്മാൻ എന്ന പേര്. അതുപോലെ അബുൽ ബഷർ ആദം നബി അലൈഹി ഇസ്ലാം, കലീമുല്ലാഹി മൂസാ നബി അലൈഹി ഇസ്ലാമിന്, ഈസാ നബി അലൈഹി ഇസ്ലാമിന് റൂഹുല്ലാഹി, ഹബീബുല്ലാ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇനി പഠിക്കുന്നവർ അതെന്തായാലും നിർബന്ധമായിട്ടും പഠിക്കണം. ഏതെങ്കിലും ഒരാളെ പേര് ഇതുപോലെ എഴുതാൻ വരും, മനസ്സിലാക്കി പഠിക്കുക. അടുത്തത്, ഹുലോർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഹുലോർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഹുലോർ എന്നാൽ പച്ചക്കറി എന്നാണ്. പച്ചക്കറി, വെജിറ്റബിൾസ്. ഹുലോർ പച്ചക്കറി, അത് എഴുതാം. അടുത്ത ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഇന്ത്യയിൽ ആദ്യമായി മസ്ജിദുകൾ നിർമ്മിച്ച 4 സ്ഥലങ്ങൾ എഴുതാന്. നിങ്ങൾ ഹൈറുല്ല എന്ന പാഠത്തിൽ പറയുന്നുണ്ട്. ഏതൊക്കെ സ്ഥലങ്ങളാണ്? കൊടുങ്ങല്ലൂർ, കൊല്ലം, ഏഴിമല, ശ്രീകണ്ഠപുരം, ധർമ്മപട്ടണം, പന്തലായനി, ചാലിയം, വണ്ടകൽ, കാസർഗോഡ്, മംഗലാപുരം. ഇത്രയും സ്ഥലങ്ങളിലാണ് ഇന്ത്യയിൽ ആദ്യമായി മസ്ജിദുകൾ നിർമ്മിച്ചത്. അതിൽ 4 സ്ഥലങ്ങളാണ് എഴുതേണ്ടത്, മനസ്സിലാക്കുക. അടുത്തതാണ്, മഹ്ശറയിൽ ഷഫാഅത്ത് ചെയ്യുന്നവരിലെ 4 വിഭാഗങ്ങൾ എഴുതാൻ.
ആരെല്ലാമാണ് മഹ്ശറയിൽ ഷഫാഅത്ത് ചെയ്യുക? അതിൽ 4 വിഭാഗങ്ങളെ പേര് എഴുതാനാണ്. ആരൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുറമെ അമ്പിയാക്കളും ഔലിയാക്കളും പണ്ഡിതന്മാരും ശുഹദാക്കളും സ്വാലിഹീങ്ങളും ഷഫാഅത്ത് ചെയ്യും. അപ്പം അതിൽ 4 വിഭാഗങ്ങളാണ് എഴുതേണ്ടത്. അടുത്തത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഹദീസുകൾ മനഃപ്പാഠമാക്കിയ രീതി. എങ്ങനെയായിരുന്നു ഇമാം ഷാഫി ഹദീസുകൾ മനഃപ്പാഠമാക്കിയിരുന്നത്? എങ്ങനെയായിരുന്നു? തൻ്റെ വലതു കൈയിലെ വിരൽ കൊണ്ട് ഇടതു കൈയിൽ എഴുതി അദ്ദേഹം ഹദീസ് മനഃപ്പാഠമാക്കുമായിരുന്നു. ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ വലതു കൈയിലെ വിരൽ കൊണ്ട് ഇടതു കൈയിൽ എഴുതി അദ്ദേഹം ഹദീസ് മനഃപ്പാഠമാക്കുമായിരുന്നു. മനസ്സിലാക്കുക. ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങളിൽ 2 എഴുതുക. ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങളിൽ 2 എഴുതുക. അപ്പം അതിൽ പാഠത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മതപരമായ അറിവ് കുറയുക, മസ്ജിദിൽ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാവുക, സംഗീതമേളകളും നർത്തകികളും വർദ്ധിക്കുക, കൊലപാതകം പരക്കുക, വ്യഭിചാരം കൂടുക, പലിശ ഇടപാടുകൾ അധികമാവുക, മദ്യപാനം വർദ്ധിക്കുക, സ്ത്രീകളുടെ എണ്ണം കൂടുക, സ്ത്രീകൾ പൊതുരംഗപ്രവേശനം ചെയ്യുക, അവർ ഔറത്ത് പ്രദർശിപ്പിക്കുന്നവരാകുക, അനർഹർ ഭരണം നടത്തുക, അറിവില്ലാത്തവർ നേതാക്കളാവുക, വിശ്വസ്തത നഷ്ടപ്പെടുക, മഹാമാരികൾ പരക്കുക, കുടുംബബന്ധം തകരുക, അചേതര വസ്തുക്കൾ സംസാരിക്കുക, മുസ്ലിങ്ങൾക്കെതിരെ മറ്റു സമുദായങ്ങൾ ഐക്യപ്പെടുക. ഇതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങളാണ്. ഇവിടെ 2 പറഞ്ഞത്. ഇതുപോലെ എന്താണ് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽ കൂടുന്ന കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുക? വ്യഭിചാരം കൂടുക, പിന്നെ പലിശ ഇടപാടുകൾ അധികമാവും, മദ്യപാനം വർദ്ധിക്കും, സ്ത്രീകളുടെ എണ്ണം കൂടും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെയും പഠിക്കണം കേട്ടോ. അടുത്തതെന്താണ്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? എന്തായിരുന്നു പറഞ്ഞത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഫിഖ്ഹിലും തഖ്വയിലും ഉയർന്ന മറ്റൊരാളെ ബാഗ്ദാദിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതാണ്. ഫിഖ്ഹിലും തഖ്വയിലും ഉയർന്ന മറ്റൊരാളെ ബാഗ്ദാദിൽ ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലാക്കുക. അടുത്തത് ധൂർത്തടിക്കുന്നവരെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞത് എന്താ പറഞ്ഞത്? അള്ളാഹു താലയും റസൂലും വെറുക്കുന്ന സ്വഭാവമാണ് ധൂർത്ത്. അതിനെ കുറിച്ചിട്ട് എന്താണ് ഖുർആനിൽ പറഞ്ഞത്? നീ ധൂർത്തടിക്കരുത്. ധൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. പിശാചാകട്ടെ രക്ഷിതാവിനോട് നന്ദികേട് കാട്ടിയവനുമാണ്. അപ്പോൾ അതാണ് എഴുതേണ്ടത്. നീ ധൂർത്തടിക്കരുത്. ധൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. പിശാചാകട്ടെ രക്ഷിതാവിനോട് നന്ദികേട് കാട്ടിയവരുമാണ്. അതെഴുതാം. അടുത്തതെന്താണ്? ഞങ്ങളെ നീ ശിക്ഷിക്കരുത്. അതിൻ്റെ അറബി എഴുതണം. എന്താണ്? ലാ ദ്വാഹിദിന. ലാ ദ്വാഹിദിന. വഅഫു അന്ന വഗ്ഫിർ ലന എന്ന പാഠഭാഗം ആമനർ റസൂലിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് വന്നതാണിത്. ലാ ദ്വാഹിദിന, ഞങ്ങളെ നീ ശിക്ഷിക്കരുത്. ഉഫ്രാനക്ക, നിന്നോട് ഞങ്ങൾ പൊറുക്കലിനെ തേടുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തതെന്താണ്? കുറിപ്പ് എഴുതാനാണ്. 5 വരി കുറയാതെ. എന്താണ്? കൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. കൃഷിയെ കുറിച്ചിട്ട് എന്താ പറയുന്നത്? 14ാമത്തെ പാഠത്ത് പറയുന്നത്, നാം താമസിക്കുന്ന പരിസരമാണ് നമ്മുടെ പരിസ്ഥിതി. മണ്ണും വളവും വായും പ്രകൃതിയുടെ അടിസ്ഥാന ഘടകങ്ങളാണ്. തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കൽ സുന്നത്താണ്. കൃഷിയിൽ നിന്ന് ജീവജാലങ്ങൾ ഭക്ഷിക്കുന്നതിന് കർഷകന് പ്രതിഫലം ലഭിക്കും. ജീവജാലങ്ങൾക്ക് വെള്ളം നൽകുന്നതും ഭക്ഷണം നൽകുന്നതും പ്രതിഫലാർഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്, മാമിൻ മുസ്ലിമീന യരിസു അർശൻ ഔ യസ്രിഉ സർഅൻ ഫയകുലു മിൻഹു തൈറൻ ഔ ഇൻസുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു സദഖതൻ. ഒരു മുസ്ലിം ചെടി നടുകയോ കൃഷി ഇറക്കുകയോ ചെയ്യുകയും അതിൽ നിന്ന് പക്ഷികളോ മനുഷ്യരോ മൃഗങ്ങളോ ഭക്ഷിക്കാനിടവരുകയും ചെയ്താൽ അത് അവന് സ്വതക്കയായിത്തീരും. അപ്പം ഇത്രയും 5 വരി കുറയാതെ എഴുതുക, മനസ്സിലാക്കുക. അടുത്ത പിന്നെന്താണ്? മരണത്തെക്കുറിച്ചിട്ടാണ് 5 വരിയിൽ കുറയാതെ എഴുതേണ്ടത്.
മരണം എല്ലാവർക്കും അനിവാര്യമാണ്. മരണത്തെ ഭയപ്പെടുകയല്ല, ഓർക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമുൽ ലദാത്തിൽ മൗത്ത്. എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ മരണസമയം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എപ്പോഴും മരണത്തെ പ്രതീക്ഷിക്കണം. സന്തോഷത്തോടെ മരിക്കാൻ കഴിയുന്നവരാണ് ഭാഗ്യവാന്മാർ. വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ തൃപ്തി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് അതിന് ഭാഗ്യം ലഭിക്കും. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചെരുപ്പിന്റെ വാറ് കാലിലേക്ക് എത്ര അടുത്തിരിക്കുന്നോ അതുപോലെ മരണം അടുത്തു നിൽക്കുന്ന വിധത്തിലാണ് ഓരോ മുസ്ലിമും തൻ്റെ കുടുംബത്തിൽ കഴിയുന്നത്. മരണത്തെ ഓർക്കൽ സുന്നത്താണ്. അത് ജീവിതം നന്നാക്കുകയും തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നന്മ ചെയ്യാൻ ഉത്സാഹമുണ്ടാക്കുകയും ചെയ്യും. ഇത്രയൊക്കെ മരണത്തെക്കുറിച്ചിട്ട് എഴുതി 5 വരിയിൽ കുറയാതെ എഴുതുക. ഇതുപോലെ കുറിപ്പായിട്ട് വരാൻ സാധ്യതയുള്ള മറ്റു പാഠഭാഗങ്ങൾ ആലിമുൽ ഖുറൈശി എന്ന പാഠത്തിൽ നിന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് എഴുതാൻ കഴിയണം. ആ പാഠഭാഗം മനസ്സിലാക്കിയിട്ട് നമുക്ക് അദ്ദേഹത്തെ കുറിച്ചിട്ട് എഴുതാൻ കഴിയണം. അതുപോലെ മത്താസാത്ത് ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും അതും ഇതുപോലെ 5 വരിയിൽ കുറയാതെ എഴുതാൻ കഴിയുന്ന രീതിയിൽ രണ്ടും നന്നായി മനസ്സിലാക്കി പഠിക്കാം. പിന്നെ വരുന്നത് പ്രകൃതിയെക്കുറിച്ചിട്ടുള്ളതാണ്. കൃഷിയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചൊക്കെ നമ്മൾ കൃഷിയെക്കുറിച്ച് പറഞ്ഞതുപോലെ പ്രകൃതിയെക്കുറിച്ചിട്ട് എഴുതാൻ വന്നാൽ അതുപോലെ എഴുതാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. പരിസ്ഥിതി സംരക്ഷണം, ഇസ്ലാം നൽകിയ പ്രാധാന്യം, അതിനെക്കുറിച്ചിട്ട് ആ പാഠത്തുനിന്ന് എഴുതാൻ കഴിയണം. ഇമാമുസുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് എഴുതാൻ കഴിയണം. മനസ്സിലാക്കി പഠിക്കുക പാഠഭാഗം. അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മത, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ സൂക്ഷ്മത, ഭരണകൂടം നൽകുന്ന സമ്മാനം സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വീക്ഷണം. അതിനെക്കുറിച്ച് പാഠഭാഗത്ത് പറയുന്നുണ്ട്. ദാനമോ പാരിതോഷികമോ അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. അത് മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ വസ്ത്രം കളവ് പോയ കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കി പഠിച്ചിട്ട് എഴുതാൻ കഴിയണം, മനസ്സിലാക്കുക. പിന്നെ അടുത്ത പാഠം വരുന്നത് ഇഷ്ഫത്തു ഷഫാഅത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തുൽ ഉളുമ. ഷഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അർശിൻ്റെ ചോട്ടിൽ സുജൂദിൽ വീഴും. അപ്പോൾ അല്ലാഹു തആല പറയും, മുഹമ്മദ് നബിയെ തല ഉയർത്തു, ചോദിക്കൂ, നൽകാം, ഷഫാഅത്ത് ചെയ്യൂ, സ്വീകരിക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഫാഅത്ത് ചെയ്യും. വിചാരണ ആരംഭിക്കും. സജ്ജനങ്ങൾ സ്വർഗത്തിലേക്കും ദുർജനങ്ങൾ നരകത്തിലേക്കും പോകും. ഇതാണ് ഷഫാഅത്തുൽ ഉളുമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും സുജൂദ് ചെയ്യും. ഒരു വിഭാഗം ജനങ്ങളെ മോചിപ്പിക്കാൻ അല്ലാഹു തആല അനുമതി നൽകുന്നതുവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതുവരെ അവിടുന്ന് ഷഫാഅത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി എഴുതാൻ കഴിയണം. അതുപോലെ ഹാദിമുൽ ലദാത്ത് മരണത്തെക്കുറിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. മരണത്തെ ഓർക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എഴുതാൻ വന്നാൽ ആ ഭാഗം മനസ്സിലാക്കിയിട്ട് എഴുതണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത്, അദ്ദേഹം വഫാത്തായ രീതിയെക്കുറിച്ചിട്ട് പാഠത്തിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് തന്നെ പറയുന്നു, മനസ്സിലാക്കുക. അതുപോലെ ചേരമാൻ പെരുമാളിൻ്റെ ഇസ്ലാമത സ്വീകരിച്ചതിൻ്റെ ഭാഗം അത് പാഠഭാഗത്ത് പറയുന്നു. അതൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അതുപോലെ ഇസ്ലാമിക പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടൊക്കെ പാഠഭാഗത്ത് പറയുന്നുണ്ട്. 19ാമത്തെ പാഠത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ദുറൂസുൽ ഇസ്ലാം 2 എന്ന പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവരും ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.